ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് ഉസ്താൻ്റെ ചോറാണ്. അപ്പോൾ ഉസ്താക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി വെക്കലും പിന്നെ ഗരം മസാല ഉണ്ടാക്കലും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അടിപൊളി വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ വീഡിയോ ആക്കുന്നതിനിടെ എന്നെ കളിയാക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ ഞാൻ ഇപ്പോൾ ചായ ഉണ്ടാക്കുന്നത് ഏകദേശം 9 o'clock ആയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വേണം ഉസ്താദിന്റെ ഊണിന്റെ പരിപാടി എടുക്കാൻ വേണ്ടിയിട്ട്. ഉസ്താദിന് ചോറ് കൊടുക്കുന്ന ദിവസമില്ല, എല്ലാ പണിക്കാർക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ. കുറേ പണിയില്ല, കുറേ എന്തെല്ലാം ഉണ്ടാക്കും, പിന്നെ വെറൈറ്റി ഉണ്ടാക്കും. അന്നത്തെ ദിവസം ഭയങ്കര പണിയും തിരക്കും കാര്യമെല്ലാം ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സമാധാനം. ഇന്ന് നമുക്ക് 6 ഉസ്താമാറാന്നുള്ളത്, അല്ലാതെ നമുക്ക് 9, 7 അങ്ങനെയെല്ലാം ഉണ്ടാകുന്നുണ്ട്, 8. ഇന്നാണ് ഏറ്റവും കുറവ്. നമ്മുടെ ചായ രാവിലെ തന്നെ പിന്നെ മക്കളെ സ്കൂളിലേക്ക് അയച്ച് ഇനിയിപ്പം പിന്നെ നമ്മളെ ചായ കുടിക്കലാണ്. അപ്പൊ ഇന്ന് വീട്ടില് മോളുണ്ട്, ഇന്നലെ കൂട്ടിയിട്ട് വന്നതാണ്. ഇന്ന് പല്ലിന്റെ ഹോസ്പിറ്റൽ കാണിക്കാണ്ടാണ്ട് ലീവ് എടുത്ത് പിന്നെ നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഇന്ന് പത്തലാണ്. പത്തിരി, മീൻകറി, പിന്നെ ഞാൻ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് ഞാനാക്കിയ ഗരം മസാല തീർന്നുപോയി. ഏകദേശം 1 മാസത്തോളം ഞാൻ ഉണ്ടാക്കി വെക്കുമല്ലോ. കുറേ നാളത്തേക്ക് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഫ്ലേവർ കുറയുന്നു, മണം കുറയുന്നു. അപ്പം കുറച്ച് ഒരു 1 monthലേക്കെല്ലാം ഉണ്ടാക്കിയാൽ പിന്നെ അത് തീർന്നാൽ പുതിയത് വേറെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇല്ല സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അപ്പോൾ ഇതാ ബിരിയാണിക്ക് ആവശ്യമുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്ര ഐറ്റംസാണ് പിന്നെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഉള്ളിയും ചിക്കനും എല്ലാം വാങ്ങിക്കാൻ പോയിട്ടാണുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ വീട്ടിൽ ബാലൻസ് ഉള്ളത് ഞാനിത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് പണി തീർക്കണം. കാരണം ഏകദേശം ഒരു 12:30 എല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ വരും അവർ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിക്കുന്നതാണെങ്കിലും ആ സമയത്ത് എന്തായാലും കഴിക്കൂലല്ലോ ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ പക്ഷെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ വരും. അപ്പോൾ ഞാൻ ഇല്ലത് വെച്ചിട്ട് കട്ടെല്ലാം ചെയ്ത് വെച്ചാൽ പിന്നെ സാധനം പെട്ടെന്ന് അടുത്ത് തന്നെ വാങ്ങിക്കേണ്ട ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഇതാ പിന്നെ ആദ്യം ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ പൊരിച്ചിട്ട് പിന്നെ ബിസ്ത പോലെ ആക്കിയിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് വെക്കുന്ന ബിരിയാണിയില്ല, ആ ഒരു ടൈപ്പ് ബിരിയാണി ഇട്ട് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ
ബിരിയാണി വെക്കുന്ന രീതിയില്ല, അതിന് എല്ലാ രീതിയും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ഒരു ബിരിയാണി കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഈ പിന്നെ തിരക്കുള്ള സമയത്ത് നമുക്കെപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഒന്നെങ്കിൽ ഗ്യാസ് തീരൽ. അങ്ങനെ എനിക്കെപ്പോൾ ഉസ്താദന്മാർ വീട്ടിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്ന് വന്നാൽ അപ്പോഴായിരിക്കും ഈ ഗ്യാസൊക്കെ തീരൽ. സെയിം ഇന്നും അങ്ങനെ സംഭവിച്ച് ഞാനിങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് തീർന്നു. പിന്നെ ആകെ വെപ്രാളായി. പിന്നെ സാധനം വാങ്ങിക്കാൻ പോയ ആളെ കാണുന്നുമില്ല. അങ്ങനെയെല്ലാം ആയിട്ട് ഞാൻ എന്തെല്ലോ വിചാരിച്ച് ഏതെല്ലോ രീതിക്ക് ഉണ്ടാക്കി. അവസാനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് ഉള്ളിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ല, അതിനൊന്ന് മസാല ആക്കി വെക്കാം. കാരണം സാധനം വാങ്ങിക്കാൻ പോയ ആളെ കാണുന്നേ ഇല്ല. നമുക്ക് ഇത് കുറച്ച് മസാല ആക്കി വെക്കാം. എന്നിട്ട് ആക്കി കൊണ്ടിരുന്ന ഉള്ളിയെല്ലാം ഇട്ടിട്ട് ബിസ്താക്കിയിട്ട് മസാലയിലിട്ടാൽ പിന്നെ മസാല കുറച്ച് കൂടുമല്ലോ. അങ്ങനെ പിന്നെ നെയ്യും 2 സ്പൂൺ നെയ്യും പിന്നെ അത്ര തന്നെ അളവിൽ തേങ്ങണ്ണി വെച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ആട്ട മസാല ഉണ്ടാക്കുന്നത്. തേങ്ങണ്ണയും പിന്നെ നെയ്യും കൂടി മിക്സ് ആക്കിയാൽ നല്ല മണവും നല്ല ഇതും ഉണ്ടാവും മസാലയ്ക്ക്. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം ചൂടായി. അപ്പോൾ അതിലേക്ക് ഞാൻ ജാതിപത്രി, സ്റ്റാർ, ഏലക്ക, ക്ലോവ്സ്, പിന്നെ സിനമൺ സ്റ്റിക്ക്, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം കുറച്ച് അധികം അളവിലെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാത്തിനേക്കാളും. പിന്നെ എടുത്തത് ബിരിയാണിയിൽ തന്നെ ഇടുന്നൊരു കശകശയില്ല, അത്, കുരുമുളക് പൊടി, പിന്നെ മല്ലിയെല്ലാം ഓപ്ഷനാണ്, ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചേർക്കുക. ബിരിയാണിയിലെ മസാലക്ക് ഇടുന്ന ഗരം മസാലയല്ലേ, അതുകൊണ്ട് മല്ലി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇറങ്ങിയ സമയത്ത്, പിന്നെ നല്ല ഡ്രൈ ആയ സമയത്ത് നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാല പൗഡറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമുണ്ട്. പിന്നെ ഈ മസാല ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ, അപ്പം പിന്നെ അതും കൂടി ഞാൻ റെഡിയാക്കി. ഇനിയിപ്പം ബിരിയാണിൻ്റെ മസാലയിലേക്ക് ഉള്ളിയെല്ലാം ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കിയത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഉപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്യാസ് തീർന്നുകൊണ്ട് നമ്മൾ അടുത്ത ഓപ്ഷൻ ഇലക്ട്രിക് സ്റ്റൗ എടുത്ത് എന്നിട്ട് അതിലേക്ക് ഇതാ ബിരിസ്ത ഉണ്ടാക്കുന്നുണ്ട്. ബിരിസ്തി ഇട്ടിട്ടുള്ള മസാല അല്ല ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഉള്ളി കുറച്ചധികം എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കണം. എന്നിട്ട് ആ ഉള്ളിയും മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ പണികളും പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചോറിലേക്കുള്ള വെള്ളം തിളപ്പിച്ച് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് എണ്ണയിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്ത്, പിന്നെ മസാലയിലേക്ക് ഇതാ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പച്ചമണം മാറിയിട്ടെല്ലാം വന്ന് അതിന് ശേഷം ഇതാ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ പൊരിച്ചിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കന് ഒരുപാട് ഇങ്ങനെ പൊരിഞ്ഞ് കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് പിന്നെ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ ഒരു ഹാഫ് കുക്കാവൂലേ, കുറച്ചൊന്ന് മൊരിഞ്ഞിട്ടിയാൽ മതി, ഹാഫ് കുക്കല്ല, കുറച്ചൊന്ന് മൊരിഞ്ഞിട്ടിയാൽ മതി. എന്നിട്ട് അത് നേരെ മസാലയിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്, പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാം ഒരുമിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും കൂടി ചിക്കന് അതിലേക്ക് ഇടാനുണ്ട്. ആ സമയത്തേക്ക് ഞാനിങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ
പൊരിഞ്ഞതിന് ശേഷം മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചിക്കനൊക്കെ പൊരിച്ച് മാറ്റി എന്നിട്ട് മസാല ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യലല്ല. ഇപ്പോൾ സമയം തീരെയില്ല. അതുകൊണ്ട് ഇതുപോലെ ഇനിയിപ്പം നമ്മൾ പൊരിച്ച ചിക്കനൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ഉള്ളിൻ്റെ ബിരിസ്തയില്ലേ അതും കൂടി പിന്നെ അതിൻ്റെ മുകളിലേക്ക് വിതറാം. ഏകദേശം ഒരു 4-5 ഉള്ളിൻ്റെ ബിരിസ്തയുണ്ട്. നല്ല മസാലക്ക് നല്ല ഇതുണ്ടാവും, ഗ്രേവി അധികം ഉണ്ടാവും. ആദ്യം കുറച്ച് ഉള്ളിയെല്ലാം ഇട്ടിട്ടല്ല മസാല ആക്കിയത്. പിന്നെ ഇതുപോലെ ചെയ്താൽ നല്ല ഗ്രേവി ഉണ്ടാവും. എന്നിട്ട് മസാലയിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഏകദേശം ഒരു 3 കപ്പോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുളിയും ഉപ്പും അതെല്ലാം ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പം നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല അതും ഒരു 2.5 സ്പൂണോളം അതും ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ ചോറുണ്ടാക്കലാണ്. ഇത് സാധാരണ വറ്റിച്ചിട്ടുണ്ടാക്കില്ല, അതുപോലെ ഉണ്ടാക്കുന്നില്ലത്. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത്ര തന്നെ തേങ്ങണ്ണി ഒഴിച്ച് എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില പിന്നെ നെയ്ച്ചോറിലിടുന്ന ഇതെല്ലാം ഇല്ലേ, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജീരകം അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് ഏകദേശം ഒരു 2 kg അരി ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഞങ്ങളെ വീട്ടിൽ ഉമ്മ ഉപ്പാലും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം തന്നെ ഇട്ട് എന്നിട്ട് അതൊക്കെ കൂടിയിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം നമ്മൾ 2 പാട്ട വെള്ളാട്ട 2 പാട്ട ഉണ്ടായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്ത് 2 കിലോ അരി 2 പാട്ട അരി ഉണ്ടായിരുന്നു. അപ്പം 2 പാട്ട വെള്ളം തന്നെ തിളപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ച് തിളച്ചിട്ട് വരുമ്പം അരി ഇട്ട് കൊടുത്തിട്ട് ആ രീതി കേട്ടോ നമ്മൾ ഇതുണ്ടാക്കിയത്, നെയ്ച്ചോറുണ്ടാക്കിയത്. ഇനിയിപ്പോൾ മസാലയിലേക്ക് ഞാൻ സ്ഥിരം ചേർത്ത് കൊടുക്കുന്ന കാഷ്യൂം പൈനാപ്പിളും അരച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഭയങ്കര ടേസ്റ്റ് ഒന്ന് കൂടിയാണ് കേട്ടോ തോന്നൽ. ഇങ്ങനെ പൈനാപ്പിളും കാഷ്യൂം കൂടി അരച്ചിട്ട് മസാലയിലേക്ക് ചേർത്ത് കൊടുത്താൽ അങ്ങനെ മസാലയൊക്കെ റെഡിയായി. ഇനിയിപ്പം ദമ്മിടലാണ്. അപ്പോൾ ഒരു വലിയൊരു പാത്രം വെച്ച് ആദ്യം നെയ്യ് ഒഴിച്ച് അടിയിൽ, എന്നിട്ട് ചോറിട്ട്, എന്നിട്ട് മസാല ഇട്ട്, പിന്നെയും ചോറിട്ട്, പിന്നെ മസാല ഇട്ട്, ഇടയിൽ ഉള്ളി, മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ ഇട്ട് അങ്ങനെ അടിപൊളി ദം ചെയ്തിട്ട് അവിടെ വെച്ച് എല്ലാ പണികളും ഇങ്ങനെ പെട്ടെന്ന് തീർക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ തൈരും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു സലാഡ് ഉണ്ടാക്കി, ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കി, പപ്പടം ഉണ്ടാക്കി, അച്ചാർ. ഇത്ര കേട്ടോ. ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ കറിയൊന്നും വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ നെയ്ച്ചോറും ബീഫ് കറി അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കും. സാദാ ചോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ മീൻ പൊരിച്ചത്, ചോറ്, പച്ചക്കറി, മീൻ കറി അങ്ങനെ എല്ലാം ആക്കിയിട്ടാണ് ഇതുവരെ കൊടുത്തത്. അപ്പം ഉസ്താൻ്റെ ഊണിലെ ഒരു ദിവസത്തെ വീഡിയോ അത് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ ബ്ലോഗ് എടുക്കുന്നതുകൊണ്ട് അത് ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ നല്ല റായത്തിൽ ഉസ്താദിന് ഭക്ഷണം കൊണ്ടുകൊടുത്ത് നമ്മൾ ഈ ഭാഗത്തിലെ എല്ലാ വീട്ടിലും ഉസ്താദിന് ഊണില്ല ദിവസം ഇങ്ങനെ ആയിരിക്കും. നല്ല കാര്യമായിട്ട് അവരുണ്ടാക്കിയിട്ട് കൊടുക്കും എല്ലാവരും ഫുഡ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ എൻ്റെ വീഡിയോസും വിശേഷങ്ങളും വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.